ദാവീദിൻ്റെയും ഗൊലിയാത്തിൻ്റെയും കഥ വളരെ പ്രശസ്തമായ കഥയാണ് ബൈബിളിലെ. ഈ കഥയിലെ ഹിസ്റ്റോറിക്കൽ ആൻഡ് ആർക്കിയോളജിക്കൽ എവിഡൻസ് നമുക്ക് നോക്കാം. ആദ്യം ദാവീദിനെ പറ്റി നോക്കാം. ദാവീദിൻ്റെ നാമം ആദ്യമായി എഴുതിയിരിക്കുന്നത് ഈ ടെൽ ഡാൻസ്റ്റീൽ എന്നുള്ളൊരു ഇൻസ്ക്രിപ്ഷനിലാണ്. ഇത് 9th century BC എഴുതപ്പെട്ടിരിക്കുന്നത്. ദമാസ്കസിലെ ഒരു രാജാവാണ് ആദ്യമായി ദാവീദിനെ പറ്റി എഴുതിയത്. രണ്ടാമത്തെന്നുള്ളത് ഗോലിയാത്തിനെ പറ്റി നോക്കാം. ഗോലിയാത്ത് ഫിലിസ്റ്റീൻ സിവിലൈസേഷൻ്റെ ഭാഗമായിരുന്നു. ഈ ഒരു ഗ്രൂപ്പ് ഇസ്രായേലുമായിട്ട് വളരെയധികം സംഘർഷത്തിലായിരുന്നു. അത് മാത്രമല്ല, ഇവരുടെ സിറ്റിയുടെ പേരെന്നുള്ളത് ഗാത്ത് എന്നാണ് ബൈബിളിൽ പറയപ്പെടുന്നത്. പക്ഷേ ഇതിപ്പോഴത്തെ പ്രസന്റ് ഡേ ടെൽ എസ് സഫി എന്നുള്ള ഒരു സിറ്റിയാണ്. മൂന്നാമത്തെന്നുള്ളത് ഗോലിയാത്ത് ഉപയോഗിച്ചിരുന്ന എക്യുപ്മെൻറ്റും ആർമറും ഒക്കെ അന്നത്തെ കാലത്തെ പടയാളികൾ ഉപയോഗിച്ചിരുന്ന അതേ എക്യുപ്മെൻറ്റും ആർമറാണ്. ഇത് അയേൺ ഏജ് കാലഘട്ടത്തിൽ ഉപയോഗിച്ച ആർമറാണ്. ഇത് ഹിസ്റ്റോറിക്കലിയും ആർക്കിയോളജിക്കലിയും വെരിഫൈഡ് ആണ്. മൂന്നാമത്തെന്നുള്ളത് ഈ സംഘർഷം നടന്ന വാലി ഓഫ് ഇല എന്നുള്ളത് ശരിക്കും ഉള്ളൊരു സ്ഥലമാണ്. ജെറുസലേമിൻ്റെ അടുത്തായിട്ട് വരും. ഇവിടെ വെച്ചാണ് ദാവീദും ഗൊലിയാത്തും തമ്മിലുള്ള സംഘർഷം നടന്നത്. ഇതെല്ലാം കൂടെ കൂട്ടി വായിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നത് ദാവീദും ഗൊലിയാത്തും വെറും കഥാപാത്രങ്ങൾ മാത്രമല്ല, അവർ ആക്ച്വൽ ഹിസ്റ്റോറിക്കൽ ഫിഗേഴ്സ് ആണ്. ഇതിങ്ങനത്തെ ഒരു സംഘർഷം നടന്നിട്ടുമുണ്ട്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് എന്നാൽ തന്നെയും പറയപ്പെടുന്നത്, നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഫിയറും നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. പക്ഷേ അത് നമ്മുടെ മഹിമയ്ക്കല്ല, ദൈവത്തിൻ്റെ മഹിമയ്ക്കാണ്. വാട്ട് ഡു യു ഓൾ തിങ്ക്? ഫോളോ ഫോർ മോർ.